എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് പരനാറി. ഈ പേരിടാൻ കാരണം ഞാൻ പരനാറി ആയതുകൊണ്ടോ എൻ്റെ പ്രവർത്തനങ്ങൾ പരനാറിത്തം ഉള്ളത് കൊണ്ടോ അല്ല. പക്ഷേ എനിക്ക് ഈ പേര് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നാൻ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലൊരു പരനാറി വിചാരിച്ചിട്ടാണ് എന്നെ പോലുള്ള 100,000 ചെറുപ്പക്കാരുടെ ജോലി. നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കമൊളിച്ചിരുന്ന് പഠിച്ച കാര്യങ്ങളെല്ലാം ഈ പരനാറിക്ക് വിചാരിച്ചാൽ നടക്കുന്നതാണ്. മുൻവർഷം നല്ല ആൾക്കാരിരുന്നപ്പം തീർത്ത് എടുത്ത ലിസ്റ്റുകൾ ഈ പരനാറി വന്നതിന് ശേഷം എല്ലാം നശിച്ച്, കേരളമേ നശിച്ച്. പക്ഷേ എനിക്ക് ഈ പരനാറിയുടെ പേരെടുത്ത് പറയാൻ നല്ല ആഗ്രഹമുണ്ട്, പക്ഷേ ഞാൻ പറയത്തില്ല. കാരണം ഈ പരനാറി എനിക്കെതിരെ, കാരണം നമ്മളാണെങ്കിൽ 500 പോലും എടുക്കാനില്ലാത്ത ഒരുത്തനെ. അപ്പോൾ ഈ പരനാറിയുടെ പേരും എടുത്ത് പറഞ്ഞ് പരനാറി ആരാണെന്നും കൂടി നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പരനാറി പോലീസിനെ വിട്ട് എൻ്റെ മേളിൽ കേസാക്കുകയും ചെയ്യും. പിന്നെ ഞാൻ കോടതി കയറി ഇറങ്ങി നടക്കേണ്ടിയും വരും. അതുകൊണ്ട് പരനാറി ആരാന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും ഈ പറഞ്ഞപ്പോൾ തന്നെ ആരാ പരനാറി എന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ ഈ പേരെടുത്തത്. കാരണം നമുക്കെപ്പോഴും നമ്മുടെ ശത്രുവിനെ കടിച്ച് കീറി കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷേ ഈ ശത്രുവിനെ എന്നും ഓർത്തിരിക്കണം. ശത്രു ചത്തുപോയാലും ശരി, നമുക്ക് ശത്രുവിനെ ഓർത്തിരിക്കണം. കാരണം അത്രയും ഒരു വൈരാഗ്യം ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അതിനു വേണ്ടി, കാരണം ശത്രു ഈ പറയുന്ന പരനാറി എന്നൊക്കെ പറഞ്ഞാൽ വലിയ ആയുസൊന്നും ഉള്ളതൊന്നുമല്ല. ഏത് നിമിഷവും അടിച്ചു പോകുന്ന അത്രയൊക്കെ കാലാവധിയൊക്കെ കഴിഞ്ഞ സാധനങ്ങളാണ്. അപ്പം അതിൻ്റെ മേളിൽ പിന്നെ നമുക്ക്, പക്ഷേ എന്നാൽ പോലും ഒരു 10-50 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സാധനം കിടക്കണം. കാരണം ആ പഴയ പക, ഇന്ദുചൂടൻ്റെ ആ നീറിയ പകയുണ്ടല്ലോ, അതിന് വേണ്ടി ഞാൻ സ്വീകരിച്ച ഒരു പേര് മാത്രമേ ഉള്ളൂ. എനിക്കറിയത്തില്ല പരനാറി നമ്മൾക്കെതിരെ തിരിയുമോ എന്നുള്ളത്. കാരണം നമ്മൾ എത്ര സഭ്യമായ സംസാരത്തിൽ സംസാരിക്കാൻ വന്നാലും ഉള്ളിലുള്ള ഫ്രോഡ് ഇളകി വരുമെന്ന് പറയുന്ന പോലെ അത്രയും കലിഞ്ഞിറങ്ങി വരും പരനാറിയെക്കുറിച്ച് ഓർക്കുമ്പം. എൻ്റെ എന്നല്ല, ഇഷ്ടംപോലെ ചെറുപ്പക്കാരാണ്. പിന്നെ ഒരുവിധപ്പെട്ട ചെറുപ്പക്കാരെല്ലാം ഇറങ്ങി ഓടി രക്ഷപ്പെട്ട് നാട് വിട്ട്. അതിന് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ഉത്തര കൊറിയയുടെയൊക്കെ കാര്യം പറയത്തില്ലേ, അവിടെ കിം ജോങ് ഉൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. പക്ഷേ പുള്ളിയെ വെച്ച് നോക്കുമ്പം ഈ പുള്ളി ഭയങ്കര സോഫ്റ്റാണ്. കാര്യം വെച്ചാൽ മറ്റേ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മീഡിയാസിനെ എല്ലാം ബ്ലോക്ക് ചെയ്ത് വെച്ച് ആർക്കും പുറത്തോട്ട് പോയി രക്ഷപ്പെടാനായിട്ട് ഒന്നും പറ്റത്തില്ല. ആ രീതിയിൽ മൊത്തത്തിൽ ഒരു ഒരു ഓട്ടോക്രാറ്റിക് റൂളർ പോലെ എല്ലാം കൂടി പൊതിഞ്ഞ് കെട്ടി വെച്ച്. ഈ പുള്ളിക്ക് അതൊന്നുമില്ല. എവിടെയെങ്കിലും പോടി, നീയൊക്കെ എവിടെയെങ്കിലും തോല, ആ രീതിയുള്ളൂ. പുള്ളിക്ക് ഫണ്ടാണ് മെയിൻ പ്രശ്നം. ഫണ്ട് എത്ര കിട്ടിയാലും പുള്ളി അതിനനുസരിച്ച് നിൽക്കും. അതിനാണ് പുള്ളി ജീവിക്കുന്നത് തന്നെ. ഇനി ഞാൻ ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ കൊച്ചൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഈ ഉദാഹരണം പത്രവും ടി വിയൊക്കെ കാണുന്നവർക്കൊക്കെ ഇത് മനസ്സിലായി കാണും. ഇനി അതും കാണാത്ത ആൾക്കാർക്ക് ഇനി ഞാൻ പറയുന്ന ഉദാഹരണത്തിൻ്റെ ഏതെങ്കിലും കോണുകളിൽ തട്ടി എന്തെങ്കിലും മനസ്സിലായാണെങ്കിൽ ഓക്കെ. നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്കൂള്, ആ സ്കൂളിൻ്റെ ഒരു പ്രത്യേകം പറഞ്ഞാൽ എല്ലാത്തരം ആളുകളും അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടിരുന്ന സ്കൂള്. കായികമേളയ്ക്കായാലും കലോത്സവത്തിലായാലും എല്ലാം 1ാം റാങ്ക് അടിച്ചുകൊണ്ടിരുന്ന സ്കൂള്. അപ്പം മുമ്പിരുന്ന പ്രിൻസിപ്പാളിൻ്റെയൊക്കെ കഴിവുകൊണ്ടാണ് ഈ സ്കൂളിൽ കുറച്ചുകൂടിയൊക്കെ കയറി വന്നത്. അങ്ങനെ ഇരിക്കുമ്പം എന്തോ ഒരു കട്ടകാലത്തിന് ഈ പറയുന്ന പരനാറി പ്രിൻസിപ്പളായിട്ട് വന്നു. ഈ പ്രിൻസിപ്പാളായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പ്രിൻസിപ്പാൾ ചെയ്യുന്ന പണി എന്തുവാ? പ്രിൻസിപ്പാളിന് ഇഷ്ടപ്പെട്ട വെറും തൊട്ടി ചാടികളെ പിടിച്ച് ഓരോ ക്ലാസ്സിൻ്റെ ലീഡർമാരാക്കി വെച്ച്. അപ്പോൾ ഈ നല്ല രീതിയിൽ പഠിക്കുന്ന പിള്ളേർ സയൻസിലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇവരുടെയൊക്കെ സയൻസ് ബാച്ച് എന്നൊക്കെ പറയുമ്പോൾ നല്ല ഹെവി പഠിക്കുന്ന പിള്ളേരുടെയൊക്കെയാണ് ഇതും എല്ലാം കൂടി മിക്സാക്കി എന്നുവെച്ചാൽ സ്കൂൾ ഒരുമാതിരി തൊട്ടിച്ചാടി സ്കൂളായി മാറി. ഈ തൊട്ടിച്ചാടികളെ പിടിച്ച് നമ്മൾ ക്ലാസ് ലീഡറാക്കിയുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ. അല്ലാതെ എല്ലാവരും സൈലൻ്റായിട്ട് കാണാം. ഇവന്മാരെ കമ്പനിക്കാർ മിണ്ടിയാലോ എടുത്താലോ ഇവന്മാരൊന്നും പറയത്തൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ കൺട്രോൾ മൊത്തം അങ്ങ് പോയി. പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ അപ്പോൾ അവിടെ ഇവിടെ എല്ലാം പൊങ്ങി വരുമല്ലോ ഈ തൊട്ടിച്ചാടികളായിരിക്കുമ്പം. പക്ഷേ അത് നമ്മൾ ഈ പ്രിൻസിപ്പളിൻ്റെ അടുത്ത് നിന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പ്രിൻസിപ്പൾ വേറെ കാര്യത്തിൽ ബിസിയാണ്. കാരണം AC റൂമിനകത്തിരുന്ന് പ്രീമിയം അണ്ടിപ്പരിപ്പ് കഴിക്കുകയില്ലേ, അണ്ടിപ്പരിപ്പ് കഴിച്ച് വളിയിട്ടിരിക്കുക. പക്ഷേ പ്രിൻസിപ്പാൾ വന്നപ്പോഴേ പറഞ്ഞു എന്നെ കാണാനൊന്നും ആർക്കും പറ്റത്തൊന്നുമില്ലെന്ന് ആദ്യമേ അങ്ങ് പറഞ്ഞ്, ആർക്കും പ്രവേശനമൊന്നുമില്ല. അപ്പം പുള്ളി ഇരുന്ന് വളിയും വിട്ട് AC റൂമിനകത്ത് ഇങ്ങനെ അതിൻ്റെ മണം അടിച്ച് ഇങ്ങനെ കറങ്ങിയിരിക്കുക. കാര്യമൊന്നും ഒരു രക്ഷയില്ല. കാരണം ആരെയും കയറ്റി വിടുന്നില്ല. ഇനി ഈ PTA ആൾക്കാർക്കോ മാതാപിതാക്കൾക്കോ ആർക്കെങ്കിലും പരാതിയായിട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിക്വസ്റ്റ് ഇട്ടാൽ പോലും അവർക്കും കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ആ രീതി മനസ്സിലായല്ലോ ഏകദേശം. പിന്നെ ഈ സ്കൂളിന് വരുന്ന ഫണ്ടുകൾ, സ്കൂളിൻ്റെ വികസനത്തിനുള്ള ഫണ്ടുകൾ വക മാറ്റി ഉപയോഗിക്കും. കഞ്ഞിക്കുള്ള പൈസ മാറ്റി അടിച്ചു പൊളിക്കും. ഞാൻ പറയുന്നില്ല, എന്തായാലും ആ രീതിയിലാണ് സ്കൂളിൻ്റെ ഒരു പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പം ആ സ്കൂളിൽ പഠിച്ചു വരുന്ന പിള്ളേർക്ക് ഇന്ന സ്കൂളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടുമോ ഇല്ല. ഇല്ല തൊട്ടിച്ചാടി സ്കൂളാണ്. കാരണം അവൻ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇതാവും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ ഒരു ഒറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. അപ്പം ആ സ്കൂൾ അങ്ങനെ ആക്കി തീർത്ത ആരാണ്? ആ പ്രിൻസിപ്പളായിട്ട് വന്ന അധികാരം ഏറ്റ ഒരാൾ. അപ്പോൾ മുമ്പിരുന്ന പ്രിൻസിപ്പൾ, ഇനി വരുന്ന പ്രിൻസിപ്പൾ നല്ലതാണെങ്കിൽ ഈ സ്കൂൾ വീണ്ടും പഴയ രീതിയിലോട്ട് വരും. എങ്ങനെ? മുമ്പിരുന്ന ആ ഒരു പ്രൗഢിയോടെ ആ സ്കൂൾ തിരിച്ചു വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവിടെ പഠിച്ച പിള്ളേരുടെ ഒരു ഗതികേട് നിങ്ങൾക്കറിയാമല്ലോ. ആ ഇതിൽ പഠിച്ചൊരു വിദ്യാർത്ഥിയാണ് ഞാൻ. അപ്പം പ്രിൻസിപ്പൾ ആരാണെന്നും ആ വിദ്യാർത്ഥിയാണെന്ന് ഏകദേശം തോന്നുന്നില്ല. അപ്പം ഞാൻ പരനാറിയൊന്നും അല്ല. ഞാൻ ആ പേര് സ്വീകരിക്കാനുള്ള എൻ്റെ ഒരു മോട്ടീവാണ് ഞാനിവിടെ പറഞ്ഞത്. ആരും വക്കീൽ നോട്ടീസുമായിട്ടോ അല്ലെങ്കിൽ കറുത്ത ഗൗണിട്ടുള്ളവന്മാരുടെ അടുത്തോട്ടൊന്നും എന്നെ പറഞ്ഞയക്കരുത് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയാണ്. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു അവസ്ഥ അതാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലീസ് രാജ്, അവനെ അടിച്ചൊതുക്കുക എന്നുള്ള രീതിയാണല്ലോ. എന്തായാലും നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കുറച്ച് നാളുകളേ ഉള്ളൂ. ഈ പ്രിൻസിപ്പളങ്ങ് മാറിപ്പോകും, ഈ തൊട്ടിച്ചാടികളും എല്ലാം പോകും, പുതിയൊരു ഐശ്വര്യം വരുമെന്നുള്ള രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതാവട്ടെ, അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിലാണ്. എന്തായാലും നമുക്ക് നോക്കാം.